ഈശംഷിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, സങ്കീർത്തനം 141:2 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ വ്യക്തി ആരോ ഒരു ആത്മായ ശുശ്രൂഷൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ശുശ്രൂഷകൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഇനി വരുമ്പോൾ ഒരു പാക്കറ്റ് കുന്തിരിക്കം മേടിച്ചുകൊണ്ട് വരണം, ഞാനത് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് തന്നുകൂടാ, അത് വീട്ടിൽ പോയിക്കുമ്പോൾ വീട്ടിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോക്കോളും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചു, അൽമായർക്ക് കുന്തിരിക്കവും കൊന്തയും ബന്ധിങ്ങവും വെള്ളമൊക്കെ വെഞ്ചരിച്ച് വിശുദ്ധ വസ്തുക്കളാക്കാൻ സാധിക്കുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് പലരുടെയും ഒരു ചോദ്യമാണ്. തിരുസഭയിലൂടെ വൈദികർക്കാണ് വെഞ്ചരിക്കുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അവർ പൗരോഹിത്യ അധികാരത്തിലൂടെ കൊന്തയും ബന്ധിങ്ങവും കുന്തിരിക്കവും വെള്ളമൊക്കെ ബ്ലസ് ചെയ്ത് ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വിശുദ്ധ വസ്തുക്കളായിട്ട് മാറും. നമ്മൾ കൊന്തയും ബന്ധിങ്ങയും ഒക്കെ ധരിക്കുമ്പോൾ ദൈവിക സംരക്ഷണം ലഭിക്കും. നമ്മൾ അന്നാൻ വെള്ളം കൊണ്ടുവന്ന് അല്ലെ കുന്തിരിക്കം കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ തളിക്കുമ്പോഴും അല്ലെ പോയിക്കുമ്പോഴും ഒക്കെ ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലെ ടോപ്പായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. വേഗം ഇവൻ പഠനത്തിൽ നിന്ന് പുറകോട്ട് പോയി, ക്ലാസ് പരീക്ഷയിൽ പോലും ഏറ്റവും പുറകിലേക്ക് പോയി. അപ്പോൾ അധ്യാപകരെ വിളിച്ച് മാതാപിതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞു, ഇവൻ പഠനത്തിൽ ഒത്തിരി പുറകോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർക്ക് വല്ലാത്ത വിഷമമായി. അങ്ങനെ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവനോട് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ പറഞ്ഞു. ഇവൻ പോയി നല്ലൊരു കുമ്പസാരം നടത്തി കുർബാനയിൽ പങ്കെടുത്ത് ഈശോയൊക്കെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവൻ പഠനത്തിൽ പുറകോട്ട് പോകാൻ വേണ്ടി ആരും ആഭിചാരം ചെയ്തതോ ഉള്ളിൽ കൈവശം കൊടുത്തതൊന്നുമല്ല. മൊബൈലിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞപ്പോൾ ചില തെറ്റായ വീഡിയോസുകളൊക്കെ കണ്ട് അതിന് അഡിക്റ്റായിപ്പോയി. ഏതായാലും കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, ഈശോയെ സ്വീകരിച്ചു, ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടി. എന്നാലും ഇവൻ വീട്ടിൽ വന്ന് റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ഏകാഗ്രതമായിട്ട് പഠിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ മാതാപിതാക്കന്മാരോട് പറഞ്ഞു, അച്ഛൻ്റെ അടുക്കൽ പോയി കുന്തിരിക്കം മേടിച്ചുകൊണ്ട് ചെന്ന് വെഞ്ചിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഈ റൂമിൽ പോയിക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവർ കുന്തിരിക്കം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പോയിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ഇവനെ ആ റൂമിലിരുന്ന് ഏകാഗ്രതമായിട്ട് പഠിക്കുവാനും പഠനത്തിൽ ക്ലാസ്സിലെ ടോപ്പായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് കുന്തിരിക്കം കിട്ടും, പക്ഷെ അതൊന്നും ഒരിക്കലും കൊണ്ടുവന്ന് അങ്ങനെ വീടുകളിൽ കൊണ്ടുവന്ന് പോയിക്കരുത്. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിൽ ഈ ധൂപിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ ഈ ധൂപക്കുറ്റിയിലേക്ക് കുന്തിരിക്ക വിട്ടതിന് ശേഷം ഒന്ന് ആശീർവദിക്കുന്നത് നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പോൾ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അന്തരീക്ഷത്തെയൊക്കെ വിശുദ്ധീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അൽമായരായിട്ടുള്ളവർക്ക് ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷേ അൽമായർക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ വെഞ്ചരിക്കുവാനോ ഒന്നും തിരുസഭ അധികാരം തന്നിട്ടില്ല. വൈദികരിലൂടെ നമുക്ക് ചുറ്റും ഇടവക വികാരി അച്ഛന്മാരുണ്ട്, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അച്ഛന്മാരുണ്ട്. അവരുടെ അടുക്കൽ പോയി കൊന്തയും ബന്ധിങ്ങവും ഉപ്പും വെള്ളവും കുന്തിരിക്കുമൊക്കെ വെഞ്ചരിച്ച് അത് നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുവാനൊക്കെ സാധിക്കും. നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പിതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്ന ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനോട് സഹായം അപേക്ഷിച്ചുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായി ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായി അങ്ങ് സ്വീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കർത്താവിനിണങ്ങിയ പരിമള ധൂപങ്ങളായി വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിശുദ്ധ ദൂതന്മാരോട് ചേർന്ന് എളിമയോടെ നമുക്ക് കാഴ്ചവെക്കാം. കർത്താവ് നമ്മെ ദൂതന്മാരെ അയച്ച് ആശ്വസിപ്പിക്കട്ടെ. ആമേൻ.